നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് 5 മാർഗങ്ങളാണ് ഋഷിമാർ ഉപദേശിച്ചിരിക്കുന്നത്. ആചാര്യ തപസാംനായ ജപേന നിയമേന ച ഉത്സവ അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചത എന്നാണ്. ആചാര്യൻ്റെ തപസ്, വേദമന്ത്രജപം, നിത്യപൂജാതി നിയമങ്ങൾ, ഉത്സവം, അന്നദാനം, ഈ 5 കർമ്മങ്ങളിലൂടെയാണ് ഒരു ക്ഷേത്രം അഭിവൃദ്ധിയെ പ്രാപിക്കുന്നത്, അഥവാ ക്ഷേത്ര ചൈതന്യം വീണ്ടെടുക്കപ്പെടുന്നത്. ഉത്സവം എന്നുള്ളത് കേവലം കലാപരിപാടി നടത്തലല്ല, മറിച്ച് ക്ഷേത്രത്തിൽ ബാധിച്ച അശുദ്ധിയെ എല്ലാം തന്നെ നീക്കം ചെയ്ത് ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു കർമ്മമാണ്. ക്ഷേത്രേ മൃതർജനന മങ്കണ മണ്ഡപാദോ മൂത്രാസൃഗാതിപതനം പതിതാതിവേശ എന്ന് തുടങ്ങുന്ന പ്രമാണത്തിൽ ക്ഷേത്ര ചൈതന്യം കുറയുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ അകത്ത് ജന്തുക്കളുടെയോ മറ്റോ ജനനമോ മരണമോ നടക്കുന്നത്, പുല, വാലായ്മ എന്നിവയുള്ള വ്യക്തികൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്, നിത്യപൂജ മുടങ്ങുന്നത്, ദേഹശുദ്ധിയും മനഃശുദ്ധിയും ഇല്ലാത്ത ആളുകൾ ക്ഷേത്ര ദർശനം നടത്തിയാലോ, ഒരു ദേവന്റെ ശ്രീകോവിലിനുള്ളിൽ മറ്റൊരു ദേവന്റെ മന്ത്രങ്ങൾ ചൊല്ലി പൂജിക്കുക, മത്സ്യ മാംസ അവശിഷ്ടങ്ങളോ മറ്റ് അശുദ്ധ വസ്തുക്കളോ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വീഴുക, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിനുണ്ടായ ചൈതന്യക്കുറവിനെ വീണ്ടെടുക്കുന്നതിനാണ് ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. തൂവിപ്പോയ ജലപാത്രത്തെ പരിശുദ്ധവും പവിത്രവുമായ ജലം കൊണ്ട് വീണ്ടും നിറയ്ക്കുന്നത് പോലെയാണ് ഉത്സവങ്ങൾ നടത്തുന്നതിൻ്റെ അർത്ഥം. ദേവന്റെ ചൈതന്യം ദേശം മുഴുവനും വ്യാപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആചാര അനുഷ്ഠാന പ്രകാരം ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടത്തേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഉത്സവം എന്ന വാക്കാണ് ഉത്സവമായി മാറിയിരിക്കുന്നത്. ഉത് എന്നാൽ ഉയരത്തിൽ ഉള്ളത് എന്നർത്ഥം, സ്രവം എന്നാൽ പ്രസരണം എന്നുമാണ് അർത്ഥം വരുന്നത്. ഈശ്വര ചൈതന്യത്തിൻ്റെ മുകളിലോട്ടുള്ള പ്രയാണം അഥവാ ഒഴുക്കാണ് ഉത്സവം എന്നുള്ളത്. അത് വാമൊഴിയിൽ ഉത്സവമായി പരിണമിച്ചു. ഒരു വർഷത്തെ ഉത്സവത്തിന് ശേഷം അടുത്ത വർഷത്തെ ഉത്സവം വരെയുള്ള സമയത്തിൽ ഒരു ക്ഷേത്രത്തിൽ സംഭവിച്ചേക്കാവുന്ന ചൈതന്യ ലോപത്തിനെ വീണ്ടെടുക്കലാണ് ഉത്സവം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉത്സവത്തിനോടനുബന്ധിച്ച് കുറഞ്ഞത് 25 കലശവും അല്ലെങ്കിൽ നവകലശമെങ്കിലും അഭിഷേകം ചെയ്യണം. അന്നദാനം നിർബന്ധമാണ്. നാടിനും നാട്ടുകാർക്കും ശ്രേയസ്കരമാണ് ഉത്സവം. ദേശത്തിൻ്റെ സകല ഐശ്വര്യങ്ങൾക്കും നിദാനമാണത്. ദേവന്റെയും പരിവാരമൂർത്തികളുടെയും പാർഷദന്മാരുടെയും ചൈതന്യവും ഉത്സവത്തിലൂടെ സംവർദ്ധകമാകുന്നു. ഓരോ വർഷവും കഴിയും വിധം ഭംഗിയോടുകൂടി ഉത്സവം ആചരിക്കേണ്ടതാണ്. മകരമാസം 1-ാം തീയതി തുടങ്ങി മിഥുനമാസം അവസാനം വരെയുള്ള ഉത്തരായന കാലമാണ് ഉത്സവകാലം. പൊതുവിൽ മകരമാസം 1-ന് ആരംഭിക്കുന്ന ഉത്സവകാലം മേടമാസം 10-ാം തീയതിയോടുകൂടിയാണ് സമാപിക്കുക. ഇതിന് വ്യത്യസ്തമായും ചില ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്താറുണ്ട്. ഉത്സവം പൊതുവെ 3 വിധത്തിലാണ് ഉള്ളത്. അങ്കുരാദി, ധ്വജാദീതി, പടഹാദി ത്രിതോത്സവ എന്നതിൽ അത് പറയുന്നുണ്ട്. അങ്കുരാദി എന്നും ധ്വജാദി എന്നും പടഹാദി എന്നുമായി ഉത്സവം 3 വിധത്തിലുണ്ട്. ഇതിൽ അങ്കുരാദി എന്നുള്ളത് ശുദ്ധിക്രിയകൾ നടത്തിയതിനു ശേഷം മുളയിട്ട് കൊടിയേറി നടത്തുന്ന ഉത്സവമാണ്. ശുദ്ധിക്രിയകളും മുളപൂജയും കൂടാതെ കൊടിയേറി നടത്തുന്നതാണ് ധ്വജാദി. ഇതൊന്നുമില്ലാതെ കൊട്ടിപ്പുറപ്പാടും എഴുന്നള്ളത്തും ആയി നടക്കുന്ന ഉത്സവമാണ് പടഹാദി. ചില സ്ഥലങ്ങളിൽ പടഹാദി ഉത്സവത്തിനും കൊടിമരം നാട്ടി കാണാറുണ്ട്. ഇപ്പോൾ പറഞ്ഞവയിൽ അങ്കുരാദി ഉത്തമവും ധ്വജാദി മധ്യമവും പടഹാദി അധമവുമായിട്ടാണ് പരിഗണിക്കുക. ഉത്സവത്തിന് ശ്രീഭൂതബലിയും ഉത്സവബലിയും പതിവാണ്. 8-ാം ദിവസവും ചില സ്ഥലങ്ങളിൽ 10-ാം ദിവസവും ആറാട്ട് നടത്തി ഉത്സവം സമാപിക്കുന്നു. ആറാട്ടിൻ്റെ തലേ ദിവസം പള്ളിവേട്ടയും പള്ളിക്കുറുപ്പും അനുഷ്ഠാനപരമായിരിക്കുന്ന ഒരു ആചാരമാണ്. ആറാട്ടു ദിവസം രാവിലെ പള്ളി ഉണർത്തലിന് ശേഷമാണ് ആറാട്ടിന് എഴുന്നള്ളിക്കുന്നത്. ആറാട്ട് രാവിലെയും വൈകുന്നേരത്തും നടത്തുന്ന പതിവും ഉണ്ട്. നന്ദി, നമസ്കാരം.